ഒന്ന് ഇറങ്ങിപ്പോടേ, ഞങ്ങളെ ഇങ്ങനെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യാതെ എന്നാണ് സന്ദീപ് വാര്യരോട് കോൺഗ്രസിന്റെ പല പ്രവർത്തകരും പറയുന്നത്. കാരണം സന്ദീപ് വാര്യർ വരുന്നതിന് മുൻപ് പാലക്കാട് കോൺഗ്രസ് വിജയം പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ സതീശൻ തന്നെ പറയുന്നത് വലിയ അവകാശവാദങ്ങളൊന്നും താൻ പറയുന്നില്ല എന്നാണ്. പക്ഷെ കൃഷ്ണകുമാർ പറയുന്നു സന്ദീപ് വാര്യർ പോയത് BJPക്ക് വലിയ ഗുണം ചെയ്തു, പല സ്ഥലങ്ങളിലും BJPക്ക് വോട്ട് വർധനവുണ്ടാവുന്നു, BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെ ഇതുവരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വോട്ടിംഗ് നടന്നു എന്നൊക്കെയാണ് C. കൃഷ്ണകുമാർ ഉൾപ്പെടെ പറയുന്നത്. കോൺഗ്രസ് വിചാരിച്ചത് സന്ദീപ് വാര്യർ മോദിയെ തള്ളിപ്പറയുമ്പോഴും വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാകുമെന്നാണ്. പക്ഷെ സന്ദീപിനെ വിളിച്ചു കയറ്റിയത് ഏറ്റവും വലിയ ദുരന്തമായി കോൺഗ്രസിന് പാലക്കാട് മാറുമോ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഭയം എന്നുള്ളത്. ഈ ഡീലൊക്കെ വേണമായിരുന്നോ എന്നുള്ളതാണ് ഇപ്പോൾ അവർ അന്യോന്യം ചോദിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്ത് തോന്നുന്നു, കോൺഗ്രസിന് തിരിച്ചടി കിട്ടി സന്ദീപിനെ പുറത്താക്കുമോ? കോൺഗ്രസിന് തിരിച്ചടി കിട്ടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ സന്ദീപിനെ അവർ പുറത്താക്കണം, അങ്ങനെ സന്ദീപിനെ എടുത്ത് പുറത്തു കളയാൻ കഴിയില്ലല്ലോ. പക്ഷേ സന്ദീപിനെ ഒരു മൂലക്കിരുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാലക്കാട്ടെ BJPക്കകത്ത് ചില പ്രയാസങ്ങളുണ്ടായിരുന്നു, ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് എന്താ പറയുന്ന BJPയിലെ ചില നേതാക്കന്മാർക്ക് സീറ്റ് കൊടുക്കാത്തതിലുള്ള അവരുടെ പ്രശ്നമുണ്ട്, ചിലരെ ഒന്നും അടുപ്പിക്കാത്തതിലുള്ള ചില പ്രശ്നമുണ്ട്. BJPയുടെ ചില ഗ്രൂപ്പ് പോരുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്കുണ്ടായ പ്രയാസം അവിടുത്തെ അണികളിലും കണ്ടിരുന്നു. അവിടുത്തെ അണികൾക്ക് വേണ്ട ആളെ അല്ല അവിടെ ഇറക്കിയത് എന്നുള്ള ചില പ്രയാസങ്ങളും, പിന്നെ അവിടുത്തെ BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെയായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകളുണ്ടായിരുന്നു. ഇവരെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ BJP കുറെ കഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സന്ദീപ് വാര്യരുടെ പ്രശ്നം വരുന്നത്. സന്ദീപ് വാര്യരുടെ പ്രശ്നം വന്നതോടുകൂടി കൂടുതലായി ആളുകൾ ഇടഞ്ഞു BJPയോട്. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ BJPക്ക് വേണ്ടി അങ്ങേയറ്റം പണിയെടുത്ത് ചാനൽ ചർച്ചകളിൽ മുഖമായിരിക്കുന്ന BJPയുടെ ഒരു പ്രതിരോധ മുഖമായിരുന്ന സന്ദീപ് വാര്യരെ ഇവർ ഇങ്ങനെ ഇട്ട് തട്ടിക്കളിക്കുന്നത് മോശമാണ് എന്നുള്ള രീതിയിൽ അണികൾക്കിടയിൽ വലിയ ചിന്ത വരുന്നു. ഇത് BJPയെ ഒരു പ്രശ്നത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ BJP വിട്ടുകൊണ്ട് കോൺഗ്രസിലെ പാളയത്തിലേക്ക് പോവുകയും നരേന്ദ്രമോദിയെയും സംഘത്തെയും ആശയങ്ങളെയും എല്ലാം തള്ളി പറയാൻ സന്ദീപ് കാണിച്ച ഒരു എന്താ പറയുക, ആ ഒരു ധൈര്യമുണ്ടല്ലോ, ആ നിലപാടില്ലായ്മ അല്ലെങ്കിൽ ആ ധൈര്യം, അത് തന്നെ പറയണം, ധൈര്യമുണ്ടല്ലോ. സാമാന്യ ധൈര്യമുള്ളവർ അങ്ങനെ ചെയ്യില്ല, ധൈര്യമുള്ളതായിട്ട് തന്നെയാണ് അത് ചെയ്തത്. ആ ധൈര്യം അദ്ദേഹത്തിന് തന്നെ വിനയായി എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത്, അദ്ദേഹം പാണക്കാട്ടേക്ക് ആദ്യം പോകുന്നു. കോൺഗ്രസിലേക്ക് ചെന്ന് കയറിയിട്ട് കോൺഗ്രസ് നേതാക്കളെ ഒന്നും പോയി കാണുന്നത് നമ്മൾ കണ്ടില്ല, നേരെ പാണക്കാട്ടേക്ക് പോകുന്നു. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവരാരും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തല്ലല്ലോ, ഇവരൊക്കെ ഈ പാണക്കാട് ഇതിലൊക്കെ പോകാതെ മറ്റ് സംഘടനകളിലെ നേതാക്കളെ ഒന്നും കാണാൻ ഇവരാരും പോയതായിട്ട് കണ്ടിട്ടില്ലല്ലോ. ഈ സന്ദീപ് വാര്യർ ഈ പാണക്കാട് പോവുകയും അതുപോലെ തന്നെ മത സംഘടനകളിലേക്ക് പോവുകയും, അതായത് സുന്നിയുടെ EK വിഭാഗത്തിന്റെ നേതാവായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോയി കാണുകയും ഒക്കെ സന്ദീപ് വാര്യർ ചെയ്തു. പക്ഷേ സന്ദീപ് വാര്യർ അല്ലാത്ത രീതിയിലേക്ക് പിന്നെ മറ്റുള്ള മത വിഭാഗങ്ങളുടെ പിന്നെ സന്യാസി വര്യന്മാരെയോ മഠങ്ങളിലോ ഒന്നും പോയതായിട്ട് ഞാൻ കണ്ടില്ല. എനിക്കറിയാത്തത് കൊണ്ടാണോ ഒന്നും അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. NSSന്റെ സുമാരനാരെ കാണാൻ പോയാൽ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഞാൻ ഇദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. അപ്പൊ കോൺഗ്രസിലേക്ക് പോകുന്നതിന് മുന്നും അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചു കാണണം. അപ്പൊ അതിന്റെ ഫോട്ടോയൊക്കെ മാധ്യമങ്ങൾ ആരും എന്റെ പുറകെ വരാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഫോട്ടോ കിട്ടാത്തത്, അതുകൊണ്ട് ഞാൻ തന്നെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടുന്നു. ഓക്കെ, അത് പ്രശ്നമല്ല. പക്ഷെ NSS എന്ന് പറയുന്നത് ഒരു ജാതി സംഘടനയാണ്. NSS എന്ന് പറയുന്നത് ഒരു മതസംഘടനയൊന്നും അല്ല. മതത്തെ പിന്നെ പ്രതിനിധീകരിക്കുന്ന ഏതെങ്കിലും ഒരു സന്യാസി മഠത്തെയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ സന്ദീപ് പോയിട്ടുമില്ല. പക്ഷെ ഇവിടെ അതൊന്നുമല്ല, പോവണമോ ക്രിസ്ത്യൻ അച്ഛന്മാരെ കാണാൻ പോകണോ എന്നുള്ള കാര്യത്തിൽ ഒന്നുമല്ല ഞാൻ പറയുന്നത്. കോൺഗ്രസിലെത്തിയാൽ ആദ്യം പാണക്കാട്ടേക്ക്, പിന്നെ ഈ സമസ്തയുടെ അടുത്തേക്ക് എന്ന രീതിയിലേക്ക് സന്ദീപ് പോയി. അങ്ങനെ സന്ദീപ് പോയി അവിടെ നിന്നുണ്ടായ ചില പരാമർശങ്ങൾ, അതായത് പിന്നെ ഖലീഫ ഉമറിനെ വാഴ്ത്തുന്നു, നബിയെ പിന്നെ അദ്ദേഹം ഭയങ്കര ആളാണ് എന്ന് പറയുന്നു, സൂര്യതേജസ്സാണ് എന്ന് പറയുന്നു, ഇവർ മഹാന്മാരാണ് എന്ന് പറയുന്നു, തൻ്റെ ആശയം വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ നിന്ന് താൻ സ്നേഹത്തിൻ്റെ കടയിലേക്കാണ് വന്നതെന്ന് ആവർത്തിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ പാലക്കാട്ടെ BJP അണികൾക്ക്, അതായത് സന്ദീപ് വാര്യരോട് പോലും സ്നേഹം ഉണ്ടായിരുന്ന, സുരേന്ദ്രനോടൊക്കെ ബുദ്ധിമുട്ടി നിന്നിരുന്ന ആളുകൾക്ക് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. മൗനമായി നിന്നിരുന്ന ആളുകൾ, ആക്റ്റീവ് ആകാതിരുന്ന ആളുകൾ എല്ലാം തന്നെ ആക്റ്റീവായി. ഈ പറയുന്ന കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ച ആളുകൾ പോലും ബൂത്തിലെത്തി കൃഷ്ണകുമാറിന് വോട്ട് ചെയ്തു. BJP പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി എന്ന് നമ്മൾ പറയില്ലേ, അതായത് ഒരു ഇലക്ഷൻ സമയത്ത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ BJP ശ്രമിക്കുമ്പോൾ ആ എണ്ണയിട്ട യന്ത്രത്തിന് കുറച്ചുകൂടി സഹായകമാകുന്ന രീതിയിൽ എണ്ണയായി മാറി ആര്,
സന്ദീപ് വാര്യരുടെ ഈ പോക്കും സന്ദീപ് വാര്യരുടെ നിലപാടുകളും അത് BJP ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മൂത്താൻ സമുദായത്തിന്റെ വോട്ട്, മൂത്താൻ സമുദായത്തിൽ സന്ദീപ് വാര്യർക്ക് 1-2 പേരാണെങ്കിൽ പോലും ചില പിന്തുണയുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അവർ പോലും സന്ദീപ് വാര്യർക്കെതിരെ നിന്നുകൊണ്ട് സന്ദീപ് വാര്യർക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ BJPയെ സഹായിച്ചിട്ടുള്ളത്. കോൺഗ്രസിൽ നിന്നുള്ള എതിർ വോട്ടുകൾ, സന്ദീപ് വാര്യരെ സ്വീകരിച്ചതിൽ നിന്ന് പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിനകത്ത് നിന്നുള്ള എതിർ വോട്ടുകൾ ആർക്ക് പോയി? CPMന് പോകാതെ BJPക്ക് പോയി എന്നുള്ളതും BJPയുടെ വലിയ പ്രതീക്ഷയായി മാറിയിട്ടുണ്ട്. സന്ദീപ് വാര്യരുടെ കടന്നുവരവ് കോൺഗ്രസിന് തിരിച്ചടിയായി എന്നാണ് പോളിംഗ് കണക്കുകൾ മുൻനിർത്തി BJPക്കാർ തന്നെ പറയുന്നത്. വോട്ടുകളുടെ ഏകീകരണം നടന്നെന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട്. മുത്താൻതറ ഉൾപ്പെടുന്ന മേഖലയിൽ പോളിംഗ് കൂടിയിട്ടുണ്ട്. സന്ദീപ് വന്ന ശേഷം മുത്താൻതറയിൽ കോൺഗ്രസിന് പ്രചാരണം പോലും നടത്താനായില്ല. ഇതും BJPക്ക് പ്രതീക്ഷ ഉയർത്തുന്ന ഘടകമാണ്. BJP ശക്തി കേന്ദ്രത്തിൽ 1701 വോട്ട് വർദ്ധിച്ചുവെന്നാണ് BJP സ്ഥാനാർത്ഥി തന്നെ പറയുന്നത്. പാലക്കാട് മുത്താൻതറ, വടക്കന്തറ ഭാഗങ്ങളിൽ BJPക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. സന്ദീപ് വാര്യർ പോയത് ഗുണം ചെയ്തുവെന്നും, എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് BJP പാലക്കാട് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 10,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന പ്രതീക്ഷ വയ്ക്കുന്നതായി. ഇതുവരെ ആ പ്രതീക്ഷയല്ല, ജയിക്കും എന്ന് ഉറപ്പ് പറഞ്ഞിരുന്നവരാണ് കോൺഗ്രസ്സുകാർ. ഇപ്പോൾ അവർ പ്രതീക്ഷ വയ്ക്കുന്നതായാണ് VD സതീശൻ പറയുന്നത്. എന്നാൽ മറ്റ് അവകാശവാദങ്ങളൊന്നും ഇപ്പോൾ ഉന്നയിക്കുന്നുമില്ല എന്നുള്ളത്. അപ്പോൾ എവിടെയൊക്കെയോ ഒരു തിരിച്ചടി സന്ദീപ് വാര്യർ വന്നതിന് ശേഷം ലഭിച്ചിട്ടുണ്ട് എന്ന് സതീശനും മനസ്സിലായി എന്നർത്ഥം. ബൂത്തിൽ സ്ഥാനാർത്ഥിയെ തടയുന്നത് ഷോ മാത്രമാണ്. BJPക്ക് കിട്ടുന്ന വോട്ടുകൾ കോൺഗ്രസിന് കിട്ടുന്നതിന്റെ അസൂയയാണ് ഇപ്പോൾ BJP നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. എക്സിറ്റ് പോളിൽ വിശ്വാസമില്ല എന്നും കഴിഞ്ഞ തവണ അത് മനസ്സിലായെന്നുമാണ് VD സതീശൻ പറയുന്നത്. മികച്ച വിജയപ്രതീക്ഷ തന്നെയാണുള്ളതെന്നും പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായെന്നും VK ശ്രീകണ്ഠൻ പറയുന്നു. എന്നാൽ പാലക്കാട് നഗരസഭയിൽ 8% വോട്ട് കുറവുണ്ടായെന്നും UDF പറയുന്നുണ്ട്. പിരായിൽ രേഖപ്പെടുത്തിയ വോട്ടിൽ 1% മാത്രമാണ് കുറവുണ്ടായത്. UDFന് 12,000 മുതൽ 15,000 വരെ ഭൂരിപക്ഷം ഉണ്ടാകും. സുരേന്ദ്രൻ പറയുന്നതിന്റെ ഉള്ളു പൊള്ളയാണെന്നാണ് ശ്രീകണ്ഠന്റെ അവകാശവാദം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ 70.07% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. പോളിംഗ് സമയം അവസാനിച്ചിട്ട് വോട്ടർമാരുടെ നീണ്ട നിരയാണ് പല ബൂത്തുകളിൽ നമ്മൾ തിരഞ്ഞെടുപ്പ് ദിവസം കണ്ടത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 75.44% പോളിംഗ് ആയിരുന്നു മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. സ്ഥാനാർത്ഥി നിർണയം മുതൽ നിരന്തര വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു ഇത്തവണത്തെ പാലക്കാടൻ പ്രചാരണം. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവ്, BJPയിൽ നിന്ന് സന്ദീപ് വാര്യരുടെ ചാടിപ്പോക്ക്, കോൺഗ്രസിനകത്ത് പലർക്കും താല്പര്യമില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം, ഇതൊക്കെ കോൺഗ്രസിന് തിരിച്ചടിയായി എങ്കിൽ, അവിടുത്തെ വോട്ടർമാർ മാറ്റി ചിന്തിച്ചു എങ്കിൽ, എന്തായാലും അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഇത്തവണ പാലക്കാട് താമര പൂത്തുലയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെയല്ല, സന്ദീപ് വാര്യരുടെ പോക്കൊരു തിരിച്ചടി ആയെങ്കിൽ കൂടി കുറച്ചുകൂടി പ്രചരണ രംഗത്തുള്ള ഈ കോൺഗ്രസിന്റെ മുന്നേറ്റം 2ാം സ്ഥാനത്തേക്ക് BJP നയിച്ചുകൊണ്ട് കോൺഗ്രസിന് ഒരു 1ാം സ്ഥാനത്തേക്ക് വലിയ ഭൂരിപക്ഷത്തിലല്ലാതെ എത്താൻ സാധിക്കുമെന്നുള്ള കണക്കുകളും പുറത്തു വരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർത്ഥ, സന്ദീപ് വാര്യരുടെ പോക്ക് അത് ഗുണം ചെയ്തത് BJPക്കാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അണികളൊക്കെ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തി. പ്രത്യേകിച്ച് RSS പ്രവർത്തകർ അടിത്തട്ടിൽ നിന്ന് വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടത്തി. ഇപ്പോഴത്തെ സന്ദീപ് ചെന്ന് കയറിയത് പല നേതാക്കന്മാരെയും അസംതൃപ്തിയിലേക്ക് കൊണ്ടുപോയി. പലരും ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുന്നു സന്ദീപിന്റെ വരവിൽ എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് സന്ദീപ് ഒരു തിരിച്ചടി തന്നെയാണ് കോൺഗ്രസിൽ. അതുകൊണ്ട് കോൺഗ്രസ് താമസിക്കാതെ സന്ദീപിനോട് പറയും, ഇറങ്ങിപ്പോവോ ഒന്ന്, ഞങ്ങളൊന്ന് രക്ഷപ്പെടട്ടെ, ഒന്ന് ഇറങ്ങിപ്പോകുമെന്ന്. അതിനുള്ള കാലവിദൂരമൊന്നുമല്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് പിലായി ആ പഞ്ചായത്തിൽ വളരെ കൃത്യമായി 1% വോട്ട് മാത്രമാണ് കുറഞ്ഞതെങ്കിൽ, ഈ നഗരമേഖലകളിൽ 8% വോട്ട് കോൺഗ്രസ് പറഞ്ഞതുപോലെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് BJP പേടിക്കേണ്ട ഒന്ന് തന്നെയാണ്. അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ അതും കൂടെ നമ്മൾ പറഞ്ഞു പോവാം. തീർച്ചയായിട്ടും.